അങ്ങോട്ട്. ഓക്കെ. നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരു പ്രൊഫഷണൽ ടീച്ചിങ് മാനുവൽ നമ്മൾ സാധാരണ മുമ്പൊരെണ്ണം ചെയ്തിട്ടുണ്ട്. അത് വളരെ ചെറുതായിട്ടും അത്ര പ്രൊഫഷണൽ എന്ന് പറയാൻ പറ്റില്ല. അത് സാധാരണ ഒരു പ്രോംപ്റ്റ് കൊടുത്ത് തയ്യാറാക്കിയതാണ്. മികച്ച ടീച്ചിങ് മാനുവൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുന്നത്. അതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് ചെയ്യണം. ഒരു പ്രോജക്റ്റ് പോലെ ചെയ്യാം. അതിൽ ആദ്യത്തേതാണ് ഈ ടീച്ചിങ് മാനുവൽ. ഒരു യൂണിറ്റ് എടുക്കുക, നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു യൂണിറ്റ് എടുക്കുക. ആ യൂണിറ്റിന്റെ ടീച്ചിങ് മാനുവൽ എടുക്കുക, തയ്യാറാക്കുക. ഒന്ന്. രണ്ടാമത് അതുമായിട്ട് ബന്ധപ്പെട്ട ഇമേജുകൾ, പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഇമേജുകൾ തയ്യാറാക്കുക. മൂന്നാമത്തത് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക. നാലാമത്തത് അതുമായി ബന്ധപ്പെട്ട നോട്ടുകൾ തയ്യാറാക്കുക. അഞ്ചാമത്തത് അതുമായിട്ട് ബന്ധപ്പെട്ട AI വീഡിയോ തയ്യാറാക്കുക. അങ്ങനെ 5 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പിന്നെ ഒന്നും കൂടെ ഉണ്ട്, വർക്ക്ഷീറ്റ്. വർക്ക്ഷീറ്റ് തയ്യാറാക്കുക, 6 കാര്യങ്ങൾ. ഇതിൽ വർക്ക്ഷീറ്റ് തയ്യാറാക്കുന്നത് മാത്രമാണ് നമ്മൾ ഡേ വണ്ണില് ഡേ വണ്ണില് പരിചയപ്പെട്ടത്. ബാക്കിയുള്ളത് ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിക്കും. ഇനി അങ്ങോട്ടുള്ളതൊക്കെ നമ്മൾ പഠിച്ചത് വെച്ചുള്ള വർക്കുകൾ ചെയ്യലാണ് ഇനി അങ്ങോട്ടുള്ളത്. അപ്പോൾ നമുക്ക് അധികം സമയം കളയണ്ട. നമുക്ക് ആദ്യം ടീച്ചിങ് മാനുവലിൻ്റെ പ്രോംപ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇംഗ്ലീഷ് ടീച്ചിങ് മാനുവലാണ് ആദ്യം എടുക്കണേ. ഐ ആം എ ടീച്ചർ വർക്കിംഗ് അണ്ടർ SCERT കേരള സിലബസ്. ആദ്യത്തെ ഒരു പാരഗ്രാഫ് ടീച്ചറിനെ പരിചയപ്പെടുത്താനുള്ള ഒരു പാരഗ്രാഫാണ്. ഓക്കെ. ആദ്യത്തെ പാരഗ്രാഫ് ടീച്ചറിനെ പരിചയപ്പെടുത്താൻ. രണ്ടാമത്തെ ടീച്ചിങ് മാനുവലിൽ വേണ്ട ഓരോ കാര്യങ്ങൾ: ഓവർവ്യൂ, കണ്ടന്റ് സമ്മറി, ലെസൺ പ്ലാൻ, ടീച്ചിങ് സ്ട്രാറ്റജീസ്, ക്ലാസ് റൂം ആക്ടിവിറ്റീസ്, ഡിസ്കഷൻ ക്വസ്റ്റ്യൻസ്, ഇവാലുവേഷൻ, അസസ്മെന്റ്, കോമൺ മിസ്കൺസെപ്ഷൻ, ടീച്ചർ നോട്ട്സ്, സപ്ലിമെൻ്ററി റിസോഴ്സസ്. അങ്ങനെ പറഞ്ഞ് ഇതിന് നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം, ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കാം. അത് നിങ്ങളുടെ സൗകര്യമാണ് കേട്ടോ. അപ്പോൾ അത്രയും സാധനങ്ങൾ എടുക്കാം. അവസാനമായിട്ട് എങ്ങനെ ഔട്ട്പുട്ട്, തേർഡ് പാരഗ്രാഫിൽ പറയുന്നത് ഫോർമാറ്റ് ദ ഔട്ട്പുട്ട് ആസ് എ സ്ട്രക്ചേർഡ് പ്രിന്റ് റെഡി വേർഡ് ഡോക്യുമെന്റ്. യൂസ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ത്രൂ ഔട്ട്. വേർ റെലവൻറ്റ് ഇൻകോർപ്പറേറ്റ് കേരള സ്പെസിഫിക് കൾച്ചറൽ റെഫറൻസ് എന്നൊക്കെ പറഞ്ഞ് കുറേ ആഷ് ബുഷ് ബുഷ്. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളത് ഈ നടുക്കുള്ള സെക്ഷൻ മാത്രമേ എഡിറ്റ് ചെയ്യാനായിട്ട് കാണൂ. ഞാനിത് പോസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അത് അവൈലബിൾ ആണ്. എന്നോടൊപ്പം ചെയ്യുന്നവർക്ക് ചെയ്യാം. ഞാൻ ആദ്യം ഒന്ന് കോപ്പി എടുത്തോട്ടെ. കോപ്പി 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 എടുത്തു. കോപ്പി. ഇനി ഇത് നമ്മൾ ChatGPT നമുക്ക് കൊടുത്തു നോക്കാം. ക്ലോഡ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതിനകത്ത് കൊടുത്തു നോക്കാം. ChatGPT നമ്മൾ സ്ഥിരം ഉപയോഗിച്ച് നമ്മുടെ സുഹൃത്തായി കഴിഞ്ഞു. ക്ലോഡ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതായി കഴിഞ്ഞു. ഇനി യൂണിറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള യൂണിറ്റ് ഉണ്ടോ? ഫസ്റ്റ് യൂണിറ്റ് മാത്രം കട്ട് ചെയ്തിട്ടുള്ള ഒരു ഇത് വേണം ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. ആഡ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ്. ഈ ചാറ്റ് ജി പിയിൽ ഏതാ ക്ലോഡോ എന്നാ പറഞ്ഞേ? ChatGPT ഒന്ന്, ക്ലോഡ് എന്ന് പറഞ്ഞാൽ അതുപോലെ മറ്റൊരു AI സോഫ്റ്റ്വെയർ ആണ്. അത് നമ്മളിന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. പരിചയപ്പെട്ടില്ല, പരിചയപ്പെടും. ഓക്കെ ഓക്കെ. ഇപ്പം ChatGPT നമ്മൾ സ്ഥിരം ചെയ്യുന്നത് കൊണ്ട് അതേ സ്റ്റെപ്പുകൾ ആദ്യം ഒന്ന് ചെയ്യാം. ഇത് തന്നെ ആ ക്ലൗഡിലും നമ്മൾ ചെയ്യുമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ 2 AI സോഫ്റ്റ്വെയറിൽ ഒരേ ജോലി കൊടുത്ത് രണ്ടുപേരെയും നമ്മൾ അനലൈസ് ചെയ്യും. കോഴ്സ് ഡേ 7 TM. ഇംഗ്ലീഷിൻ്റെ ഒരു ടീച്ചിങ് മാനുവൽ ഇരിപ്പുണ്ട്. ഇംഗ്ലീഷിൻ്റെ ഒരു ടീച്ചിങ് മാനുവൽ. അതിന് ഞാൻ ഓപ്പൺ കൊടുക്കുകയാണ്. അതാണിപ്പോൾ ഞാനിപ്പോൾ ഓപ്പൺ കൊടുത്ത് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് വിടുന്ന ഒരു ടീച്ചിങ് മാനുവൽ. ഇത്രയും കൊടുത്തു. ഈ പ്രോംപ്റ്റും കൊടുത്തു. 2 കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. PDF അറ്റാച്ച് ചെയ്തു. ഐ ആം ടീച്ചർ SCERT എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ കൊടുത്തു. ഇതിപ്പോൾ ഈ 2 കാര്യമേ ചെയ്തിട്ടില്ല, വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ക്ലാസ് റൂമിൽ കിടപ്പുള്ള B5 ഒരു മിനിറ്റ്.
യെസ് നമ്മൾ ആ പറയൂ. ടീച്ചിങ് മാനുവലിന്റെ PDF കൊടുത്തിട്ട് അതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇതില്ലേ, ഉം. അത് ഇവിടെ കമാൻഡ്, നിന്ന് എടുക്കണം, അത് ഇവിടെ നിന്ന് എടുക്കണം. ഇത് അത് കാണാമല്ലോ, നേരത്തെ സ്ക്രീൻ കാണാമല്ലോ. തന്നതിനകത്തുനിന്ന് പേസ്റ്റ് ചെയ്യണം അല്ലേ? ആ, ഇതിന്ന് കോപ്പി, ഇംഗ്ലീഷ് ടീച്ചിങ് മാനുവൽ എന്ന് കാണുന്ന അവിടെ നിന്ന് കോപ്പി എടുത്ത് ഇത്രയും സാധനം കോപ്പി എടുക്കും. ക്രിയേറ്റ് മീ ഫുൾ ടീച്ചിങ് മാനുവൽ വിത്ത് സ്ട്രക്ചേർഡ് ഫോർമാറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നില്ലേ, അത്രയും കോപ്പി എടുത്തിട്ട് ChatGPT പേസ്റ്റ് ചെയ്യാം. അതാണ് ആദ്യം. പിന്നെ ഈ PDF ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പിലും ഇട്ട് തരാം, നമ്മുടെ ഇതിനകത്തും അറ്റാച്ച് ചെയ്ത് തരാം. അപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഒന്ന് ഓപ്പൺ ചെയ്ത് എഡിറ്റ്, എന്നോടൊപ്പം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്ലോഡ്, ബ്രൗസ്, ബ്രൗസ്, TM-7 ഇംഗ്ലീഷ് TM. സേവ്. ഇനി വാട്സപ്പിലും കൂടെ ഇട്ട് തരാം. ഡോക്യുമെന്റ്, പ്രൊഫഷണൽ ടീച്ചിങ് മാനുവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സാധനം നമ്മൾ ചെയ്ത് കിട്ടും, അതിനെ നമ്മളൊന്ന് വായിക്കും, എന്നിട്ട് അതിനകത്ത് മോഡിഫിക്കേഷൻ, ആവശ്യമുള്ള മോഡിഫിക്കേഷനൊക്കെ കൊടുത്ത് ഓരോ എററുകളൊക്കെ കുറച്ച് തെറ്റുകൾ വരും. അപ്പം അതൊക്കെ വായിച്ച് നമ്മൾ നോക്കി ബെറ്ററാക്കി ബെറ്ററാക്കി നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഒരു ടീച്ചിങ് മാനുവലാക്കി മാറ്റുക എന്നുള്ളതാണ് ചെയ്തത്. ChatGPT പെട്ടെന്ന് ചെയ്തു തരും. ജെമിനി ഒരല്പം സ്ലോയാണ്. കോഴ്സ് ഡേ 7, ഡേ 7 നമുക്ക് സമയമുണ്ടെങ്കിൽ ഇന്ന് സമഗ്രയിലേക്ക് കയറ്റാം, അല്ലെങ്കിൽ മറ്റൊരു ദിവസം അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. സമഗ്രയിൽ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും എല്ലാവരും, ഇല്ലേ? സമഗ്രയിൽ ഇനി പ്രത്യേകിച്ച് അപ്ലോഡ് ചെയ്യുന്നത് പറഞ്ഞു തരണോ? പറഞ്ഞു തരേണ്ടതുണ്ടോ? ഉണ്ടോ? 10 പേര് വന്നു. സമഗ്രയിൽ അപ്ലോഡ് ചെയ്യുന്നത് പറഞ്ഞു തരേണ്ടതുണ്ടോ? എൻ്റെ സംശയം അതാണ്. നിങ്ങൾ ചെയ്യുന്നതല്ലേ? സമഗ്രയിൽ നമുക്ക് അതിനകത്തുനിന്ന് ഓരോന്നും കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ, ആ. അല്ലാതെ ഉം. മൊത്തമായിട്ട് ക- അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ. അതായത് സിസ്റ്റർ പറയണത് അതിനകത്ത് കട്ട് ആൻഡ് പേസ്റ്റ്, അതായത് നിങ്ങൾ അതിനെ എങ്ങനെയാണ് ചെയ്യുന്നത്? കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യോ? അങ്ങനെയല്ല പിക്ചറിനെ സാറേ, കട്ട്. നമ്മളെ ഇപ്പൊ സാറ് പറഞ്ഞില്ലേ ഈ ഒരു സംഭവം ChatGPT എടുക്കാന്ന്. ആ ആ ആ. അത് എടുത്തതിന് ശേഷം അത് അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതിന്റെ ആവശ്യത്തിന് അതിനകത്ത് കുറെ ഇൻസ്ട്രക്ഷൻ, ആക്ടിവിറ്റി. യെസ് 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 യെസ്, അത് തന്നെ, അത് തന്നെ, അത് വെച്ച് നമുക്ക് റെഡിയാക്കാം. തീർച്ചയായും സമഗ്രത നമുക്ക് വയ്ക്കാം, സെക്ഷൻ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞു, അതിനകത്തായി. ഇനി ഞാൻ സെൻഡ് പ്രോംപ്റ്റ് കൊടുക്കുകയാണേ. സെൻഡ് പ്രോംപ്റ്റ് കൊടുക്കുന്നു, ഇവിടെ പ്രോസസ്സ് തുടങ്ങും. ഇനി ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ടൂളിലേക്ക് അത് അവിടെ നടന്നോട്ടെ. നമുക്ക് രണ്ടാമത്തെ ടൂള് ഓപ്പൺ ആക്കി അതിനകത്ത് സെയിം പ്രോസസ്സ് ഒന്ന് ചെയ്ത് തിരിച്ചു വരാം. വീണ്ടും ChatGPT തിരിച്ചു വരാം. ഇപ്പോൾ ക്ലോഡ് എന്ന് പറയുന്ന ഒരു ടൂളാണ്. ഞാനത് വാട്സപ്പിലിടാം. ഇതാണ് അതിൻ്റെ സൈറ്റ്, claude.ai. ഒരു കൊറോണയുടെ സിമ്പിളൊക്കെ തന്നെ അതിനകത്ത് വരണം. claude.ai. അതിനകത്ത് നമ്മൾ ആദ്യം കയറുമ്പോൾ ജിമെയിലൊക്കെ വെച്ച് ഇങ്ങനെ കയറാൻ കണ്ടോ, കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കും. നമുക്കൊരു നല്ല വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കി തരും. ഇത് എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആന്ത്രോപിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഇതാണ് ഇത്. അത്യാവശ്യം കുറച്ചൊക്കെ നമുക്ക് കടം തരുള്ളൂ, പക്ഷേ ആളുടെ റിസൾട്ട് നല്ല കിടിലം റിസൾട്ടാണ്. കമ്പയറിങ് ചാറ്റ് ജി പി ടി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും ഒരു 10 മടങ്ങ് മെച്ചപ്പെട്ട റിസൾട്ടാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. നമുക്കത് രണ്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അയ്യോ, ക്ലോഡ് ടൈപ്പ് ചെയ്ത് നമ്മളെ ഇതിനകത്ത് ഇട്ട് തരാം എന്ന് പറഞ്ഞു. ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. ഒന്നാ, ശരി, പോവും പോവും. ഇതാ നമ്മുടെ PDF ഇതാ എത്തിയേ. ഇന്ന് ക്ലാസ് ഉണ്ടോ? അതൊക്കെ രാവിലെ മെസ്സേജ് ഇട്ടല്ലേ.
എന്താ ടീച്ചേഴ്സ് ഇങ്ങനെ ചോദിക്കുന്നു? ബാച്ച് 5 ഇന്നാണല്ലോ, മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ. വരൂരി. ക്ലൗഡ്, CLAUDE ആണ് ക്ലൗഡ് കേട്ടോ. ഇത് ഹാങ് ആയി കഴിഞ്ഞാൽ എല്ലാം ഹാങ് ആവും. വാട്സപ്പ് ലൈക്ക് എന്തായിരുന്നു അവിടെ ടീച്ചിങ് മാനുവലിൽ ചോദിക്കുകയാണ്. 10 ക്വസ്റ്റ്യൻ ബിഫോർ ക്രിയേറ്റിംഗ് ദ ടീച്ചിങ് മാൻ. ഇതും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഈ പ്രോംപ്റ്റിനകത്ത് ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ക്രിയേറ്റ് മീ ടീച്ചിങ് മാനുവൽ ബിഫോർ ദാറ്റ് ആസ്ക് 10 ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടീച്ചിങ് മാനുവൽ. ഈ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്നതിന് മുമ്പ് എന്നോട് 10 ക്വസ്റ്റ്യൻ ചോദിക്കൂ എന്ന് ഞാൻ ChatGPT-യോട് ഒരു ഇൻസ്ട്രക്ഷൻ കൂടെ കൊടുത്തു. എന്തിനാണ് എൻ്റെ അടുത്ത് 10 ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഞാനായിട്ട് പറയുന്നത്? അതിൻ്റെ പിന്നിൽ ചെറിയൊരു ട്രിക്കുണ്ട്. അതാണ് നമ്മൾ ഈ പ്രൊഫഷണൽ ടീച്ചിങ് മാനുവൽ, നോർമൽ ടീച്ചിങ് മാനുവൽ തമ്മിലുള്ള വ്യത്യാസം. അതായത് ഒരാൾ, നമുക്കൊരു ജോലി വീട്ടിൽ നമ്മൾ കളിക്കാനായിട്ട് ഒരാളെ നമ്മൾ ചെയ്തു എന്ന് വെച്ചു. അപ്പോൾ അയാളടുത്ത് നമ്മൾ പറയണത് ഇവിടെ അത്ര കിളച്ചോ എന്ന് പറയുമ്പോൾ അയാൾക്ക് തോന്നുന്ന രീതിയിലായിരിക്കും അയാൾ കിളയ്ക്കുന്നത്. അതിനേക്കാളും നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, പറമ്പിലെ ഇന്ന ഇന്ന സ്ഥലങ്ങൾ കിളയ്ക്കണം, ഇന്ന ഇന്ന രീതിയിൽ ചെയ്യണം, ആ ഏരിയ കുളത്തിൻ്റെ സമീപമൊക്കെ വൃത്തിയാക്കണം. അങ്ങനെയൊക്കെ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ വളരെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നല്ല ഭംഗിയായിട്ട് ചെയ്ത് തരും, അല്ലേ? അതേപോലെ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്നതിന് മുന്നേ ഒരു 10 ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഈ AI-ക്ക് തന്നെ ക്ലിയർ ആവും എന്തൊക്കെ മേഖലകളാണ് നമ്മൾ വരണതെന്നുള്ളത്. ഇപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് ഇത് ചോദിക്കും. അതൊക്കെ ഓരോ ചോദ്യമായിട്ട് നോക്കാം. ബേസിക് ഡീറ്റെയിൽ ആദ്യം ക്ലാസ് ആണ് പറയണം. അപ്പം അതിൻ്റെ മറുപടി നമ്മൾ കൊടുക്കണം. ക്ലാസ്, സ്റ്റാൻഡേർഡ്, സബ്ജക്റ്റ്, യൂണിറ്റ്, യൂണിറ്റ് നമ്പർ, ഇത് ഇത്രയും നമ്മൾ കൊടുക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ അവരെന്താണ് ചോദിച്ചത്? വിച്ച് ഡോക്യുമെന്റ് വിൽ ബി യൂസ്ഡ്? സ്റ്റുഡൻറ് ടെക്സ്റ്റ് ബുക്ക്, ഹാൻഡ് ബുക്ക്, റെഫറൻസ് ടീച്ചിങ് മാനുവൽ. നമ്മൾ റെഫറൻസ് മാനുവലാണ് അപ്ലോഡ് ചെയ്ത് കൊടുത്തത്, അത് വെച്ച് ചെയ്തു തരാൻ പറയാണ്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, ഇവിടെ ഇംഗ്ലീഷ് ആയിരിക്കും, ഈ കേസിൽ ഇംഗ്ലീഷ് ആയിരിക്കും. ടീച്ചിങ് ഡ്യൂറേഷൻ, SCERT റെക്കമെൻഡഡ് പീരീഡ്സ് ആയിരിക്കും. റിക്വയർഡ് ലെസൺ പ്ലാൻ, SCERT സ്റ്റൈൽ പീരീഡ് വൈസ് പ്ലാൻ. വെരി ഗുഡ്. കണ്ടോ, അങ്ങനെ ഓരോ സ്പെസിഫിക് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മളെ മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക്. നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് നമുക്കിവിടെ ആൻസർ ചെയ്ത് പോവാം. ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ക്ലാസ് സ്റ്റാൻഡേർഡ്, ബേസിക് ഇത് ഇത്രയും ബേസിക് ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യണേ. ഇത് 2ാം ക്ലാസ്സിൻ്റെയാണ്. 2 സബ്ജക്റ്റ് ഇംഗ്ലീഷ്, യൂണിറ്റ് നെയിം എ പീസ് ഓഫ് കേക്ക്. പിന്നെന്തായിരുന്നു? യൂണിറ്റ് നമ്പർ 1. അപ്പോൾ ഒന്നാമത്തെ. ഇനി രണ്ടാമത് എന്താ? ഡോക്യുമെന്റ് അവൈലബിൾ, ഡോക്യുമെന്റ് 2. അപ്പോൾ ഈ ഇത് വേണമെങ്കിൽ നമുക്ക് കോപ്പി എടുക്കാം. 2 എന്ന് മനസ്സിലാക്കുക. എൻ്റർ ചെയ്യാൻ പറ്റൂല, അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. എൻ്റർ ചെയ്ത ഉടനെ പണി അങ്ങ് തുടങ്ങും. അപ്പോൾ ഒരു ഡോട്ട് 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 കൊടുത്തിട്ട് 2 ഡോക്യുമെന്റ് അവൈലബിൾ, റെഫറൻസ് മാനുവൽ. ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് പോവാം. ഓക്കെ. മൂന്നാമത്തെ മീഡിയം ഇൻസ്ട്രക്ഷൻ, ഇംഗ്ലീഷ് മീഡിയം, കൺട്രോൾ V 3. ഇങ്ങനെ സ്പീഡ് ഞാൻ ഇനി സ്പീഡ് ചെയ്യേ. 3 വന്നിട്ടില്ല, 3 കൂടെ എടുക്കാം. 3. ഇനി 4 ടെക്നിക്കൽ ഡ്യൂറേഷൻ, അത് SCERT പറയുന്ന രീതിയിലായിക്കോട്ടെ. ടെക്നിക്കൽ, അയ്യോ എൻ്റർ കൊടുത്തു പോയിട്ടാ. 4 ചെയ്തിട്ട് എൻ്റർ കൊടുത്തു. അപ്പൊ ഇനി 5, 6, 7. വെരി ഗുഡ്. 5, 6, 7 ചോദിക്കുന്നുണ്ട്, പറയാം. ഇപ്പൊ 5 ലെസൺ പ്ലാൻ ഫോർമാറ്റ്, ഡീറ്റെയിൽഡ് SCERT 5 ഇവിടെ വന്ന്. 6 അസസ്മെന്റ്, ഫോർമാറ്റീവ് അസസ്മെന്റ്, ഒബ്സർവേഷൻ ചെക്ക്ലിസ്റ്റ്, ഓറൽ അസസ്മെന്റ്, ആക്ടിവിറ്റി അസസ്മെന്റ്, റൂബ്രിക്സ്, ഓൾ ദി എബോവ്. അസസ്മെന്റ് എടുത്തിട്ട് ഓൾ ദി എബോവ് കൊടുക്കുകയാണേ. ഒന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നും വിശ്വസിക്കുന്നു.
ഓരോ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എടുത്തിട്ടിട്ട് അതിന്റെ ആൻസർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏഴാമത്തെ അഡീഷണൽ സെക്ഷൻ ബാക്ക് ബോർഡ് ബ്ലാക്ക് ബോർഡ് പ്ലാൻ ടീച്ചർ എല്ലാം വരട്ടെ, എല്ലാം വരട്ടെ, നമുക്ക് എല്ലാം വേണം. എന്തൊക്കെ ടെക്നിക്കുകളുണ്ടോ എല്ലാ ടെക്നിക്കും പോരട്ടെ. ഔട്ട്പുട്ട് ഫോർമാറ്റ് കംപ്ലീറ്റ് ടീച്ചിങ് മാനുവൽ 50 to 80 ഇക്വലന്റ്, 100 pages ഇക്വലന്റ്, മാസ്റ്റർ ടീച്ചർ ഹാൻഡ് ബുക്ക്, മോസ്റ്റ് ഡീറ്റെയിൽ. ഇപ്പൊ ഇത് കൊടുക്കുകയാണ്. എട്ടാമത്തത് ഔട്ട്പുട്ട് ഏത് ഫോർമാറ്റിലാണ് വേണ്ടത്. ഏർ, ഒരു 100 പേജൊക്കെ കുഴപ്പമില്ലായിരിക്കും, സമയം പിടിക്കും. കുഴപ്പമില്ല, ChatGPT തന്നെ, സമയം പിടിക്കില്ല. 100 പേജുള്ളതൊക്കെ വരട്ടെ. കേരള കോണ്ടെക്സ്റ്റ്, കേരള ഫുഡ് എക്സാമ്പിൾസ്, പുട്ട്, അപ്പം, വരട്ടെ. അത് മതി, കേരള കോണ്ടെക്സ്റ്റിലിരിക്കട്ടെ. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ്. 10 ക്വസ്റ്റ്യൻ താ 10 എണ്ണത്തിനെയും ഞാൻ കൊടുത്തു, സെൻഡ് പ്രോംപ്റ്റ് കൊടുത്തു. എനിക്കിനി തയ്യാറാക്കി തരണം. നമ്മൾ മുമ്പ് ചെയ്ത ടീച്ചിങ് മാനുവലിൽ നിന്ന് ഒരു ഇത്തിരി വ്യത്യാസമേ ഉള്ളൂ. ആഹ് ഒരു നല്ലൊരു ടീച്ചിങ് മാനുവലാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തത്. അത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഈ റെഫറൻസ് ഏറ്റവും മികച്ച ടീച്ചിങ് മാനുവലായിരിക്കണം നമ്മൾ ഇതിനകത്ത് ഇത് ചെയ്യാനായിട്ട് കൊടുക്കേണ്ടത്. ഇതിൽ ലേണിംഗ് ഔട്ട്കമ്മും ഒക്കെ എല്ലാം നല്ല രീതിയിൽ പറയുന്ന ഒരു നല്ലൊരു ടീച്ചിങ് മാനുവൽ നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കും. ഉണ്ടല്ലോ, ഇത് നിങ്ങൾ രണ്ടാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനൊക്കെ അറിയായിരിക്കും, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഉപയോഗിച്ചതായിരിക്കും. ഇത്തിരി ഫേമസ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് മാനുവൽ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ തയ്യാറാക്കിയതാണ്. 10 ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞു, 10 ക്വസ്റ്റ്യൻ ചോദിച്ചു. എനിക്കിതാ താഴെ തുടങ്ങി, പണി തുടങ്ങി. കൺഫേംഡ് സ്പെസിഫിക്കേഷൻസ് ബിഫോർ ഐ സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് ഫുൾ മാനുവൽ ഐ നീഡ് വൺ ഫൈനൽ കൺഫർമേഷൻ. തീർച്ചയായും എല്ലാം ഒന്ന് വായിച്ചു നോക്കി അതിന്റെ ഫൈനൽ കൺഫർമേഷൻ ഇത്രയും ചെയ്ത് ഓക്കെ. യെസ് ഐ വാണ്ട്, യെസ് ഐ വാണ്ട്, ഐ വാണ്ട് ഡീറ്റെയിൽഡ് ടീച്ചിങ് മാനുവൽ, ടീച്ചിങ് മാനുവൽ. ഇത്രേ ഉള്ളൂ. നമ്മൾ പറയാനാണ് ഇത്രയും സമയം എടുത്തത്, ചെയ്യാനാണെങ്കിൽ പെട്ടെന്ന് ചെയ്ത് കിട്ടും. രണ്ടാം ക്ലാസ്സിൻ്റെ ഒരു നല്ല നിലവാരത്തിലുള്ള ഒരു ടീച്ചിങ് മാനുവൽ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുക. എനിക്ക് ഇതിനകത്ത് ഇനി ഒന്നും വർക്കൊന്നുമില്ല ചെയ്യാനായിട്ട്, അത് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സൈഡിൽ നിന്ന് അത് നടത്തിക്കൊണ്ടിരിക്കും. അത് ക്ലോഡിലോട്ട് പോവേണ്ടതായിട്ടുണ്ട്. എന്നാലും നോക്കാം. നമ്മൾ കൊടുത്തതിനേക്കാൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടീച്ചിങ് മാനുവലാണ് ഇപ്പോൾ തയ്യാറാക്കി കിട്ടിയിരിക്കുന്നത്. ഇത് കോപ്പി കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ആവും. ഫുൾ വ്യൂ സ്ക്രീൻ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പം ഡൗൺലോഡ് കൊടുത്ത് PDF മൈക്രോസോഫ്റ്റ് വേർഡ് കൊടുത്ത് ഇതിപ്പോൾ പുതുതായിട്ട് ചെയ്തതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഈ ഫീച്ചർ ഇല്ലായിരുന്നു. ChatGPT അടുത്ത് തുടങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു ഇന്നലെ ഒന്ന് വന്നതായിരിക്കാം. ഇപ്പൊ PDF ആയിട്ട് എടുക്കുകയാണെങ്കിൽ PDF കൊടുക്കാം. അപ്പോൾ അത് വരട്ടെ, നമുക്ക് ഡൗൺലോഡിൽ വരും. വന്നു, ഡൗൺലോഡിൽ വന്നു. നമുക്ക് ഇനി ഓപ്പൺ ആക്കി നോക്കാം. എന്താ ഓപ്പൺ ആവാത്തത്? ഡൗൺലോഡ് തീർന്നു കാണൂലായിരിക്കും. നോക്കാം. ഓക്കെ, ഡൗൺലോഡ് ചെയ്ത് കിട്ടി. ഇതിനകത്ത് മുഴുവനും വന്നിട്ടില്ലെന്നോ.
പീരീഡ് ഓൺ ലെസൺ പ്ലാൻ. ഒരെണ്ണം നമുക്ക് സാമ്പിളിന് തന്നതാണ്. അപ്പം ബാക്കിയുള്ളതിന് ക്രിയേറ്റ് ചെയ്ത് തരാൻ പറയണം. ഒരെണ്ണം സാമ്പിളിന് തന്നു, ബാക്കിയുള്ള എല്ലാം ക്രിയേറ്റ് ചെയ്ത് തരാൻ പറയണം. ഓക്കെ. എവിടെ എവിടെ 2 to 28 പീരീഡ് ആണ് റിമൈനിങ് ഉള്ളത്. ക്രിയേറ്റ് മീ ഫുൾ ടീച്ചിങ് മാനുവൽ. എന്താണ് പറയണേ? I complete 100 to 150 page master teaching handbook cannot fit into single chat response. The most practical approach is to generate download. ഓക്കെ, ആയിക്കോട്ടെ. ഈ ഡൗൺലോഡ് വേർഡ് ഫോർമാറ്റിലായിട്ട് അല്ലെങ്കിൽ PDF ഫോർമാറ്റിലായിട്ട് കിട്ടണമെന്ന് ആവശ്യപ്പെടാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്പേസ് നഷ്ടപ്പെടാത്ത രീതി. അപ്പോൾ വേർഡ് ഫോർമാറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഐ നീഡ് വേർഡ് ഫോർമാറ്റ്. വേർഡ് ഫോർമാറ്റിൽ എനിക്ക് മതി. അപ്പോൾ അത് അവിടെ കിട്ടും. അനലൈസിങ്. നമ്മൾ ക്ലോഡിനെ വിളിച്ചവിടെ നിർത്തി വയ്ക്കുകയാണ്, ഒന്നും ചെയ്തിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ക്ലോഡ് നോക്കാം. ഇതിപ്പോൾ ഇതാണ് സാധനം. KB 36 KB ഉള്ളൂ. അപ്പോൾ നമുക്കത് ഓപ്പൺ ആക്കി നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാം, ഇത് നേരത്തെ ഇവർ എത്ര 28 TM വരുമെന്നാണ് പറയുന്നത്. 1 to 28. 28 നമുക്ക് ഉണ്ടാകും. 28 എനിക്ക് കിട്ടിയ ഞാൻ ഓക്കെ, സക്സസ്. നമ്മുടെ ഓപ്പറേഷൻ സക്സസ്. ഇതാണ്. ഓപ്പൺ ആക്കി നോക്കാം. ഇത് ഓപ്പണായി വന്ന് ഇതിനകത്ത് 28 TMs വന്നാൽ ഇതല്ലല്ല ഇതന്നെ. എന്നിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. This is currently starter handbook template. To generate the full 100-page master teacher handbook with all 28 periods, teacher talk script, backboard. എന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം തന്നെ അയക്കാൻ? സ്റ്റുഡൻറ് ടെക്സ്റ്റ് ബുക്കും ടീച്ചർ ഹാൻഡ് ബുക്കും പ്യൂപ്പയൊക്കെ കൊടുക്കണമെന്നാണ് പറയണത്. തരാം. എല്ലാം ഉണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. ദൂരെ ഒന്നും പോയിട്ടില്ല. ഓക്കെ. മോൻ സെറ്റപ്പ് ആയിരിക്കണം കേട്ടാ. നേരത്തെ ഇതൊന്നും ചോദിക്കൂലായിരുന്നു, ഇതിന് മുന്നേ എടുത്ത ബാച്ചിനെ. ഇപ്പം എല്ലാം നമ്മളെല്ലാ സാധനവും നമ്മുടെ കയ്യിലുണ്ടേ. ഇത് എന്തൊക്കെ ഇവർ പറഞ്ഞ സാധനമൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ. ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇത് ടെക്സ്റ്റ്, ഇത് ഹാൻഡ് ബുക്ക്, എല്ലാം നമ്മൾ ഇത് ചോദിക്കും എന്നറിഞ്ഞു വെച്ചിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കും കൊടുത്തു, ഹാൻഡ് ബുക്കും കൊടുത്തു. അതെല്ലാം സെപ്പറേറ്റ് എന്ത് ചെയ്തു, കട്ട് ചെയ്ത് ആണ് വെച്ചിരിക്കുന്ന സാധനമാണ്. ഞാൻ ഈ കട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞു തരുന്നോ, നിങ്ങളുടെ ബാച്ചിൽ എങ്ങനെയാണ് ഒരു യൂണിറ്റ് ബേസ് ചെയ്ത് കട്ട് ചെയ്യുന്നതെന്ന് ഒന്നും പറയാമോ ആർക്കെങ്കിലും? നമ്മളെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തോ എങ്ങനെ യൂണിറ്റ് ബേസ് കട്ട് ചെയ്യാം? ആരെങ്കിലും ഒന്ന് മറുപടി പറയോ? അറിയാമോ? അല്ലെങ്കിൽ അത് പറയണോ? ഒരു 300 പേജുള്ള ഒരു ഹാൻഡ് ബുക്കിൽ നിന്ന് എങ്ങനെ ഒരു യൂണിറ്റ് മാത്രമായിട്ട് കട്ട് ചെയ്യാം? പറഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് പറഞ്ഞു തരാം. സെൻഡ് പ്രോംപ്റ്റ്.
I attach handbook, handbook and English textbook, textbook. ആ, മതി ചെറിയ പ്രോംപ്റ്റ്. ഇനി തന്നില്ലെങ്കിലാണ് എൻ്റെ സ്വഭാവം മാറുന്നത്. This approach produces a complete handbook rather than short and summary. ഇനി എന്ത് വേണം? എന്താണ് പറയണേ നോക്കട്ടെ. എക്സലന്റ്, നൗ യു ഹാവ് അപ്ലോഡഡ്. ഈ മൂന്ന് സാധനം കിട്ടി. ദിസ് ഈസ് സഫിഷ്യൻറ്റ് ടു ക്രിയേറ്റ് കംപ്ലീറ്റ് SCRT. പിന്നെ എന്താണ് വേണ്ടത്? റെക്കമെൻഡഡ് സ്ട്രക്ചർ ഓഫ് ദ ഫൈനൽ വേർഡ് ഡോക്യുമെന്റ്, കവർ പേജ്. ഓ, എങ്ങനെയെങ്കിലും ചെയ്ത് താടേ, കുറെ നേരമായി. ഓക്കെ, ക്രിയേറ്റ് മീ ടീച്ചിങ് മാനുവൽ. ഒരു ഫുള്ളൊന്നും കൂടെ കൊടുക്കാം. ഇത് ഡോക് ഈ ഡോക് എക്സ് ഫോർമാറ്റ് എന്ന് പറയുന്നത് വേർഡ് ഫോർമാറ്റ് ആണേ. വേർഡിൽ ചെയ്യുന്ന. ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫുള്ള് കിട്ടിയാൽ നമ്മുടെ അടുത്ത സെക്ഷനിനെ കുറിച്ച് സംസാരിക്കായിരുന്നു. നമ്മൾ ഒരുപാട് സമയം കൊണ്ട് കളഞ്ഞു. ഡൗൺലോഡ് ഹിയർ. ഐ ഹാവ് ക്രിയേറ്റഡ്. ഉണ്ടായിരുന്ന അറിയാം. അത് 36 KB വന്നിട്ടുള്ളൂ. 36 KB എന്ന് പറയുമ്പോൾ നേരത്തെ വന്ന അതേപോലെ തന്നെ. ഇതെന്തോന്നു? വാമപ്പ് ആക്ടിവിറ്റി, ഇതൊക്കെ എന്തോന്നാണ്? പൊന്നു ചങ്ങാതി. ശരി, ഇതാണ്. നമുക്ക് ഭയങ്കര ക്ഷമ വേണം. അതിനുമായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്താണ് കിട്ടണേ. ഇത് ഞാനൊന്ന് നിർത്തുകയാണ്. നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഞാൻ നേരത്തെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചില്ലേ ക്ലോഡ്, അതിലോട്ട് പോയിട്ട് വരാമേ. ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ആദ്യം ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ്. നമ്മൾ പകുതി സമയം പോയി. ഇനി അതിൻ്റെ അടുത്ത് തല്ലുകൂടിക്കൊണ്ടിരുന്ന കാര്യം നടക്കില്ല. ക്ലോഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഞാൻ ആദ്യം മുതലുള്ള സ്റ്റെപ്പുകൾ ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്. ക്ലോഡിനകത്ത് ഞാൻ ഇംഗ്ലീഷ് ടീച്ചിങ് മാനുവൽ, ഇതിനകത്ത് ഈ 10 ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന് പറഞ്ഞു. അത് കുറച്ചും കൂടെ അഡ്വാൻസ് വെർഷനാണ്. നമ്മൾ ഇവിടെ തന്നെ നമ്മളടുത്ത് ചോദിക്കും. ഇതിൻ്റെ അകത്ത് പ്ലസ് കൊടുത്തിട്ട് ഞാൻ എന്തൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെ ആഡ് ചെയ്യും? Day 7 ഇംഗ്ലീഷ്, ഈ പീസ് ഓഫ് കേക്ക്, ഈ പറഞ്ഞ 3 ആഡ് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ 3 ആഡ് ചെയ്ത് കൊടുത്തു. ഇല്ലേ, ചില സമയത്ത് നമ്മളെ അടുത്ത് ചോദിക്കും ഈ ഇത്രയും 3 ഒന്നും ഒരുമിച്ച് എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ടീച്ചിങ് മാനുവൽ മാത്രം കൊടുത്താൽ. എനിക്കിപ്പോൾ അങ്ങനെയൊന്നും ചോദിച്ചില്ല, 3 ഇങ്ങനെ എടുത്തു. ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ എന്തെങ്കിലും പ്രശ്നം കാണിക്കണമെങ്കിൽ ഈ ടീച്ചിങ് മാനുവൽ മാത്രം അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ. ഇത്രയേ കൊടുത്തുള്ളൂ. ഇതിൽ സോനെറ്റ് 4.6 ഉണ്ട്. ഇതിൽ 4.5 ആക്കിയാൽ നല്ലതാണ്. കാരണം ഇത് പഴയ വെർഷനാണ്. അപ്പം നമുക്ക് കുറച്ച് ക്രെഡിറ്റ് അത് എടുക്കത്തുള്ളൂ. സോ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഹൈക്കു 4.5. ഈ സോനെറ്റ് 4.6 എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് വെർഷനാണ്. 4700 രൂപയൊക്കെയാണ് അതിൻ്റെ ചാർജ്. നമുക്ക് അത്രയൊന്നും വേണം. നമുക്ക് ചെറിയ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ അത് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് ഇനി എൻ്റെ അടുത്ത് 10 ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ 10 ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നു. നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാനും പറ്റും.
അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി അല്ലേ? ഈസി അല്ല, പക്ഷെ ചെയ്ത് ശീലമായി കഴിഞ്ഞാൽ നോ വിഷയം. 10 ക്വസ്റ്റ്യൻ ആണേ. 10 ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞു. ആദ്യത്തത് ഡ്യൂറേഷൻ 28 hours ടോട്ടൽ. ഹൗ മെനി പീരീഡ്സ്? 30 to 40 minutes. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 40 മിനിറ്റ്. സ്പീഡിൽ പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്ലാസ് പ്രൊഫൈൽ. വാട്ട് ഈസ് ദ ടിപ്പിക്കൽ ക്ലാസ് സൈസ് ആൻഡ് literacy 12 students. ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് 3. ഇംഗ്ലീഷ്. 4. ഡെപ്ത്. Would you prefer simple bullet concept, detailed narrative explanation with example? 4. ആൻസർ മാത്രം കോപ്പി പേസ്റ്റ് ചെയ്ത് പോകണം. 5. അസസ്മെന്റ് ഫോക്കസ്. വിച്ച് ഫോർമാറ്റീവ് അസസ്മെന്റ് ആർ യുവർ പ്രയോറിറ്റി? ഓറൽ ആൻഡ് ലിസണിങ് കോംപ്രിഹെൻഷൻ ടാസ്ക് ആൾ ഈക്വലി. 5. കൺട്രോൾ. ക്ലാസ് റൂം കോണ്ടാക്ട്സ്, ലോ റിസോഴ്സസ്, അഡോപ്ഷൻ ടെക്നിക്, എന്തെങ്കിലുമൊക്കെ തടയും. 6. 6. 6. ബാ. 7. കേരള കൾച്ചറൽ. മിനിമലി മോഡറേറ്റ് കൊടുക്കാം. കൺട്രോൾ സി. 7 മോഡറേറ്റ്. 8 സപ്ലിമെന്ററി റിസോഴ്സസ്. എല്ലാം ഒക്കെ വരട്ടെ. കൺട്രോൾ സി. 8. 9 കോമൺ മിസ്കൺസെപ്ഷൻസ്. അതർ സ്പെസിഫിക് ലാംഗ്വേജ് എറർ. കോമൺ മിസ്കൺസെപ്ഷൻ എന്താണ്? You have observed in your previous classes that I should address. അഡ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അഡ്രസ് ചെയ്യൂ. യെസ്. 10. 10ാമത്തെ ക്വസ്റ്റ്യൻ ഔട്ട്പുട്ട് ഫോർമാറ്റ് ഡോക്എക്സ് ഫോർമാറ്റിൽ തരും. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് കണ്ടന്റ് മാറ്റി ചെയ്യാൻ പറ്റും. അപ്പം നല്ല 10 വാല്യുബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിൻ്റെ ആൻസർ നമുക്കിപ്പോൾ കിട്ടും. പ്രിന്റ് റെഡി ടീച്ചിങ് മാനുവൽ. എന്നെ ChatGPT കുറേ ഇട്ട് വട്ടം ചുറ്റിച്ചു, വെള്ളം കുടിപ്പിച്ചു, എന്നിട്ട് തന്നത് അങ്ങനത്തെ ഒരു ഔട്ട്പുട്ട്. ഇനി ഇദ്ദേഹം എന്താണ് പരിപാടി എന്ന് നോക്കട്ടെ. ക്ലോഡ് കഴിഞ്ഞ് കുറേ പൊക്കി അടിച്ചതാണ്. നമുക്ക് ഇത്തിരി സമയം ഉള്ളത് കൊണ്ട് ഞാൻ ജെമിനിയിൽ കൂടെ ഒന്ന് നോക്കട്ടെ. ജെമിനി. ഇതിവിടെ ഇത്തിരി സമയം പിടിക്കട്ടെ. ക്ലോഡ് ടൈം എടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞു ഒരിക്കൽ സമയം എടുത്തു എന്ന് നോക്കണ്ട. നമുക്ക് റിസൾട്ട് നല്ല റിസൾട്ടാണ് കിട്ടുക. ഇത് ജെമിനിയാണ് ഞാൻ എടുക്കുന്നത്. ജെമിനി എടുത്തു. അതിനകത്ത് ഈ 3 സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓപ്പൺ. ChatGPT ഓൾമോസ്റ്റ് ഫെയിലർ ആയിരുന്നു. ജെമിനി നമ്മൾ കൊടുത്തു. 3 പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ചെയ്യുന്നത്. ChatGPT, ജെമിനി. എൻ്റെ ഒരു ഇതായിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. വ്യത്യാസം കാണും ഓരോ ഇതിലും.
വ്യത്യാസം കാണും. ചിലപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്ലാസ് ഞാൻ നോക്കിയപ്പോൾ ഞാനൊരു ഈ ക്ലോഡിൽ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു ടീച്ചിങ് മാനുവൽ. പക്ഷേ എനിക്കിത്തിരി ഏർ, എനിക്ക് കുഴപ്പമില്ലാതെ കിട്ടി. പക്ഷേ അതിനേക്കാൾ നല്ലതായിട്ട് ഒരു ടീച്ചറിന് കിട്ടി. ആ ടീച്ചർ ആദ്യമായിട്ട് ചെയ്തതാണ്, ഒരു ഐഡിയ ഇല്ല, ആദ്യമായിട്ട് ചെയ്തതാണ്. പക്ഷെ നല്ല രീതിയിലുള്ള ഒരു ടീച്ചിങ് മാനുവലാണ് അവർക്ക് കിട്ടിയത്. അവർ സാധാരണ ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് തന്നെയാണ് കൊടുത്തത്, അതേ പ്രൊസീജിയർ തന്നെ അവർ ഫോളോ ചെയ്യും. പക്ഷെ എനിക്ക് കിട്ടിയതിനേക്കാളും നല്ല ഒരു റിസൾട്ട് ആ ടീച്ചറിന് കിട്ടി. ഇവിടെ രണ്ടിടത്തായിട്ട് നടക്കുകയാണേ. ഇതിന്റെ റിസൾട്ട് നമ്മൾ കണ്ട ഉടൻ നമുക്ക് ഇതിന്റെ മലയാളം എങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കണം. മലയാളത്തിലുള്ള എങ്ങനെ ചെയ്യണമെന്ന് നോക്കണം. പിന്നെ ഒരു അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് 2ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷിന്റെ തയ്യാറാക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ്. ഉം. എന്തോ പറയാൻ ആരോ മൈക്ക് എടുത്തല്ലോ. രണ്ട് അനലൈസിങ് നടക്കണേ. അരമണിക്കൂർ കഴിഞ്ഞു. സമയമുണ്ട്. ഹാലൂസിനേഷനിലോട്ട് പോയാ? ഇല്ല, അവിടെ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഈ സ്റ്റോപ്പ് റെസ്പോൺസ് കണ്ടു കഴിഞ്ഞാൽ പ്രോസസ്സ് നടക്കുകയാണെന്നാണ് അർത്ഥം. യുവർ കോംപ്രിഹെൻസീവ് ടീച്ചിങ് മാനുവൽ ഹാസ് PDF ആയിട്ട് കിട്ടിയിട്ടുണ്ടേ. ഓപ്പൺ. നോക്കാം ഇതെങ്ങനെയുള്ള. ആഹാ, സ്ട്രക്ചേർഡ് ആക്കി തന്നിട്ടുണ്ട്. ChatGPT ഇതുവരെ തന്നിരുന്നെങ്കിൽ. ലെസൺ പ്ലാൻ നോക്കില്ല. ആദ്യത്തെ എന്തായിരുന്നു? ഓവർവ്യൂ ഉണ്ട്, എല്ലോ ലേണിംഗ് ഔട്ട്കം. ആഹാ, വെരി ഗുഡ്. കണ്ടന്റ് സമ്മറി. എനിക്ക് സ്റ്റെപ്പ് വേണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പീരീഡ് വൈസ് ലെസൺ പ്ലാൻ. പീരീഡ് 1 വാം അപ്പ്. ആഹാ, വെരി ഗുഡ്. എയിം കണക്ടിങ് ഡോട്ട്സ് ആൻഡ് ക്യാരക്ടർ ഐഡന്റിഫിക്കേഷൻ, rhythmic movement. Okay, period 6, period 7, period 8, period 9. Warm up, presentation activity. Adjective matching games. ടീച്ചിങ് സ്ട്രാറ്റജീസ്. അമ്മ തടിയനാണെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു. മലയാളമൊക്കെ മിക്സ് ചെയ്തിട്ടാണ്. ആഹാ. ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ഉണ്ട്, ഡിസ്കഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അസസ്മെന്റ്, കോമൺ മിസ്കൺസെപ്ഷൻസ്, ടീച്ചർ നോട്ട്സ്. ഇത് ഒരു 10 പേജാണ്. അപ്പൊ ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ മിസ്സായതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ആ മിസ്സായതൊക്കെ നമ്മൾ താഴെ വീണ്ടും കൊടുക്കണം. എന്തൊക്കെയാണ് നമുക്ക് മിസ്സായിട്ടുള്ളത് എന്നുള്ളത് അതിനകത്ത് ആഡ് ചെയ്ത് തരണമെന്ന് പറയണം. ഇവിടെ അവിടെയും കഴിഞ്ഞിട്ടുണ്ട്. I have created professional print ready docx document. എന്താ ഞാൻ പറഞ്ഞില്ലേ, അതിന് കുറച്ചും കൂടെ ഒരു നമ്മൾ തന്നെ ഒരു നല്ലൊരു വെൽ ഫോർമാറ്റിലാക്കിയാണ് തന്നേക്കുന്നത്. ഒരു എന്താണ് നല്ലൊരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിൽ തീം, സബ് തീം, ടോട്ടൽ ഡ്യൂറേഷൻ, ലേണിംഗ് ഔട്ട്കം ഒക്കെ നല്ല രസമായിട്ട് നമുക്കിത് കാണാനും കോപ്പി എടുക്കാനും ഒക്കെ ഭയങ്കര സെറ്റപ്പ്. മോഡ്യൂൾ 1 യെല്ലോ കണ്ടന്റ് സമ്മറി, പീരീഡ് വൈസ് ലെസൺ പ്ലാൻ, പോയിന്റ് ഓരോന്നിൻ്റെയും. ചോയ്സുകളൊക്കെ ഉണ്ടല്ലോ. കോമൺ കൺസെപ്ഷൻ, ടീച്ചർ നോട്ട്, സബ്ജക്റ്റീവ്.
ബട്ട് പ്രതീക്ഷിച്ച പോലെ ക്ലൗഡാണ് വളരെ ഈ മൂന്നെണ്ണത്തിലും നല്ലൊരു ടീച്ചിങ് മാനുവൽ നമുക്ക് മോഡ്യൂൾ ബേസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് തയ്യാറാക്കി തന്നു. ഞാനിത് നിങ്ങളുടെ നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിലും കൂടെ ഒന്ന് ഇട്ട് തരാം. നിങ്ങൾക്കത് അനലൈസ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ഡൗൺലോഡ്സ് സ്റ്റാൻഡേർഡ് അല്ലല്ല, സോറി, നമ്മുടെ B5 B5 B5. അപ്പോൾ എല്ലാത്തിലും ഓരോ ഉം, ഇതുണ്ട്, ആരാ ഓരോ എക്സ്പേർട്സ് ഉണ്ട് അല്ലേ? അതാണ് നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കിയത്. മൂന്ന് പേരെടുത്ത് സെയിം കാര്യമാണ് ഞാൻ ആവശ്യപ്പെട്ടത്. പക്ഷെ ഈ മൂന്നാമത്തെ ആളാണ് നമുക്ക് വേണ്ടുന്ന സാധനം എടുത്തത്. ഇനി അടുത്ത സമഗ്ര നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ ടീച്ചിങ് മാനുവൽ നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് മാത്രം ക്യാച്ച് ചെയ്ത് തരാൻ പറയും. അപ്പം അത് മാത്രം, അതായത് ആ സമഗ്രയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റ് മാത്രം. ടീച്ചിങ് മാനുവലിൽ പലതും കാണും, ഒരുപാട് കഥകളൊക്കെ കാണും. അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ട കണ്ടന്റ് മാത്രം ഗ്രാബ് ചെയ്ത് തരാൻ പറയുമ്പോൾ അതങ്ങനെ ചെയ്തു തരും. അപ്പം നമ്മുടെ ജോലിയുടെ ജോലിഭാരം എന്ത് ചെയ്യും? ടീച്ചേഴ്സ് കുറയും. ഇടയ്ക്ക് ടീച്ചർ ഡൗട്ട് ചോദിച്ചു, സമഗ്ര ഇല്ലെങ്ങനെ വരും എന്നുള്ളത്. ഡൗൺലോഡ് 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 ഏറ്റവും ലേറ്റസ്റ്റ് പീസ് ഓഫ് കേക്ക് നിന്ന് അനലൈസ് ചെയ്തൊക്കെ നോക്കുക. അതിൻ്റെ അകത്ത് എന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ നമുക്ക് മലയാളത്തിലേക്ക് കിടക്കാം. നമ്മുടെ സമയം ഒരുപാട് മുന്നോട്ട് പോയി. മലയാളം ടീച്ചിങ് മാനുവൽ മലയാളം ടീച്ചിങ് മാനുവൽ മലയാളം ടീച്ചിങ് മാനുവൽ ഇതുപോലെ തന്നെ മലയാളവും നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിനകത്ത് വേണ്ട സാധനങ്ങൾ വീട്ടുപാഠോ ഗൃഹപാഠോ ആയിരിക്കും ഉദ്ദേശിച്ചത്. ആ ആ ന്യൂ ചാറ്റ് ന്യൂ ചാറ്റ് ഇതൊരു മലയാളം PDF ആണ് കൊടുക്കുന്നത്. Day 7 മലയാളം 4ാം ക്ലാസ്സിൻ്റെ മലയാളം 3 ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണേ. നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉള്ളത് കൊണ്ടാണ് 3 അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. അത് വരട്ടെ. ഇനി നമ്മുടെ ക്ലോഡ് 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 ക്ലോഡിൽ ന്യൂ ചാറ്റ് എടുത്ത് അതിനകത്ത് പേസ്റ്റ് ചെയ്യുന്നു. ക്ലോഡിൽ പ്ലസ് ക്ലിക്ക് ചെയ്ത് ഈ 3 സാധനം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. മലയാളം തന്നെ ആയിരിക്കുമല്ലേ, ഇത് ഇംഗ്ലീഷാണ്. ഇപ്പം തെറ്റിയല്ലേ. ആ ആ ഹാൻഡ് ബുക്ക് ഉണ്ട്. 2 ഹാൻഡ് ബുക്കാ? അല്ല, ഇത് വേണ്ട. അപ്പം കേരള പാഠാവലിയും ഇപ്പം ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്തിട്ട് ടീച്ചിങ് മാനുവൽ രണ്ടാമത് കൊടുക്കാം. ടീച്ചിങ് മാനുവൽ രണ്ടാമത് കൊടുക്കാം. അപ്പം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇനി നമ്മുടെ ജെമിനി അണ്ണൻ്റെ കൊടുക്കണം. ജെമിനിയിൽ നമ്മൾ മലയാളത്തിൻ്റെ പ്രോംപ്റ്റ് കൊടുത്തു, പ്ലസ് കൊടുത്തു, അപ്ലോഡ് ഫയൽസ് കൊടുത്തു. മലയാളം ഇതിനകത്താണ് 3 സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഓക്കെ, ഓപ്പൺ. അപ്പോൾ ഇതിലാണ് കറക്റ്റായിട്ട് കൊടുത്തത്. ഇതിൽ പ്രോസസ്സ് നടക്കുന്നു. ഇതിൽ 3 ഉണ്ട്. ഞാനൊന്ന് കളഞ്ഞിട്ട് ഒരിക്കൽ കൂടെ കൊടുക്കാമേ. സമയം പ്രശ്നമാണ്. യൂണിറ്റ് 1 കയറി ഈ 3. ഇത് ടീച്ചിങ് മാനുവലാണ്, ഇത് ഹാൻഡ് ബുക്കാണ്, ഇത് നമ്മുടെ ക്ലാസ്സിൻ്റെ 1ാമത്തെ യൂണിറ്റാണ്. എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? 11 പേരുണ്ട്. ഓക്കെ. മലയാളത്തിൽ ഒരു ടീച്ചിങ് മാനുവൽ നമ്മൾ തയ്യാറാക്കുകയാണ്.
ഇങ്ങനെ മൂന്ന് പ്ലാറ്റ്ഫോമിലായിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മൂന്ന് റിസൾട്ട് കിട്ടും. മൂന്ന് റിസൾട്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ സെലക്ട് ചെയ്യും. ഇവിടെ നടക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഓക്കെ എല്ലായി, മൂന്നെണ്ണം അപ്ലോഡ് ആയി കഴിഞ്ഞു. പ്രോംപ്റ്റ് സബ്മിറ്റ് ചെയ്യും. ഫെയിൽഡ് ടു അപ്ലോഡ് കേരള പാഠാവലി മലയാളം. ദ ഫയൽ ഫോർമാറ്റ് മേ നോട്ട് സപ്പോർട്ടഡ്. എന്നാ വേണ്ട, വലിയ സൈസ് ആയതുകൊണ്ട് ചെറിയ സൈസ് തരാം. ഉം, ചെറിയ സൈസ്. യൂണിറ്റ് 1 ചിറക് വിരിച്ച് അമൂഹം ലക്ഷ്യങ്ങൾ. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ ചിറക് വിരിച്ച് മൂന്നെണ്ണം ഉണ്ട്. ഇതാണ് സാമ്പിൾ ടീച്ചിങ് മാനുവൽ. കൊടുക്കുകയാണേ. മൂന്നെണ്ണം കൊടുത്തു, അതിൻ്റെ പ്രോംപ്റ്റ് കൊടുത്തു. മൂന്നെണ്ണം അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരെണ്ണം മാത്രം കൊടുക്കും. ഈ മൂന്നെണ്ണം നമ്മുടെ ക്ലാസ് റൂമിനകത്ത് ആഡ് ചെയ്യും. ക്ലാസ് റൂമിൽ മൂന്നെണ്ണം ആഡ് ചെയ്യണം. അപ്ലോഡ്. ഞാൻ പേജ് കട്ട് ചെയ്ത് തന്ന മൂന്ന് മലയാളം ടീച്ചിങ് മാനുവൽ അപ്ലോഡ് ചെയ്യും. നല്ല ക്ഷമയുള്ളവർക്ക് മാത്രമേ ഇതിനകത്ത് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റൂ. ചെറിയ സൈസ് 15 MB 10 MB ഒക്കെ ഉള്ള ചെറിയ സൈസ് സേവ്. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് ക്ലാസ് റൂമിലെ എല്ലാ PDF വന്നു. അതൊന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഇനി ഇവിടെ എന്തായി? മൂന്നെണ്ണമായി. ചിറക് വിരിച്ച ആമുഖം പഠന ലക്ഷ്യങ്ങൾ ആശയ വിതരണം. കൊടുത്ത ടീച്ചിങ് മാനുവലിൽ ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കൊടുത്ത ടീച്ചിങ് മാനുവൽ എവിടെ? BST. വേഗം വരൂ, വേഗം വരൂ, വേഗം വരൂ. ഡേ 7 മലയാളം യൂണിറ്റ് 1 ടിയർ.
സ്കാൻഡ് കോപ്പി, നോ ഇഷ്യൂ, ചിറക് വിരിച്ച്. ആശയം, ശേഷി, നൈപുണ്യങ്ങൾ, മൂല്യങ്ങൾ, മനോഭാവങ്ങൾ. നമുക്ക് പ്രോംപ്റ്റിൽ ചെറിയൊരു മാറ്റം കൂടെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഐ നീഡ് എക്സാക്ട് സെയിം മെത്തേഡ് ടീച്ചിങ് മാനുവൽ ദാറ്റ് ഐ വാസ് അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആ ടീച്ചിങ് മാനുവലിൻ്റെ പേര് ഒന്ന് മെൻഷൻ ചെയ്യാം. ഫയൽ നെയിം ഒന്ന് മെൻഷൻ ചെയ്ത് അതിൻ്റെ ഒരു പ്രോംപ്റ്റും കൂടെ താഴെ കൊടുക്കാം. അപ്പോൾ എന്താണോ അറ്റാച്ച് ചെയ്തിരിക്കുന്ന നമ്മുടെ റെഫറൻസ് ടീച്ചിങ് മാനുവൽ ആ മെത്തേഡിൽ നമുക്ക് കിട്ടും. 45 മിനിറ്റ്. തെറ്റുകളുണ്ട് അല്ലേ? മലയാളത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാലക്രമേണ ശരിയായി വരുമായിരിക്കാം. എനിവേ ബ്രേക്ക് ആവാതെ മുന്നോട്ട് പോകുന്നുണ്ട് വണ്ടി. മലയാളം ഇവിടെ കൊടുത്തിരുന്നു. അത് നേരത്തെ കൊടുത്ത പ്രോംപ്റ്റ് എല്ലായിടത്തും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. വർക്ക്ഷീറ്റ് ഉണ്ട്. ഓക്കെ, നമുക്കതിനെ ഇത് കഴിഞ്ഞ ഉടനെ നമുക്ക് അതിൻ്റെ PDF അതല്ലെങ്കിൽ ഡോക്ക് എക്സ് ഫോർമാറ്റിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഫുള്ള് ഡോക്ക് എക്സ് ഫോർമാറ്റിൽ കിട്ടും. കുറച്ച് പരീക്ഷാ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ട് അതിനകത്ത്. പാഠത്തിലെ കുട്ടിയുടെ സ്വപ്നം എന്തായിരുന്നു? പാഠത്തിലെ 4 പ്രധാന വാക്കുകൾ എഴുതുക. കണ്ടോ? അപ്പോൾ അത് മാത്രമല്ല, TM മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും കൂടെ നമുക്ക് കിട്ടി. അപ്പോൾ ഇതിനെ നമുക്ക് കോപ്പിയൊക്കെ എടുത്ത് മറ്റേ ഇത് വർക്ക്ഷീറ്റ് മോഡലായിട്ടൊക്കെ എടുക്കാൻ പറ്റും. അപ്പം അത് തന്നത് ക്ലോഡ് ആണ്. ഒരു ക്ലാസ്സിൽ നമുക്ക് കൊടുക്കാവുന്ന കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ. ഫൈനൽ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി ഐ നീഡ് ഡോക്എക്സ് ഫോർമാറ്റ്.
ChatGPT എന്തായി മലയാളം കൊടുത്തില്ലേ? ആ, നമുക്കിനി അത് വന്നോട്ടെ. നമുക്ക് അക്കാഡമിക് മാസ്റ്റർ പ്ലാന് കൂടെ ഒന്ന് തയ്യാറാക്കാം. സമയം ഇനി അടുത്തെത്തി. അതിൻ്റെ കുറച്ച് ചെറിയ പ്രോംപ്റ്റ് ആണ്. ഒരു സ്കൂളിൻ്റെ പേരൊക്കെ ചെയ്യാൻ വെറുതെ ഒരു പേര് അടിച്ചു കൊടുത്തതാ. 2ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കൂടെ 2ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇതാരാണ് വിളിക്കുന്നത്? ഈ ക്ലാസ്സിലുള്ള ആരെങ്കിലും ആണോ? ആണോ? 9 പേരുണ്ട്. സാദിഖ് അലി അബ്ദുൽ കരീം. ആ, പോട്ടെ, പിന്നീട് വിളിക്കാം. എ വേണമെങ്കിൽ എ എന്ന് കൊടുക്കണം എന്നാണ് പറയണത്. ഇതിനകത്ത് ഏത് രീതി എ യൂണിറ്റ് ഇങ്ങനെ 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 വർക്ക്ഷീറ്റ് ഇല്ല. ഏതെങ്കിലും ഒന്ന് മതി. ഏത് മെത്തേഡിൽ ചെയ്തു തരണമെന്നാണ് ചോദിക്കുക. A, B, C 3 ഓപ്ഷൻ തന്നിട്ട് ഏത് മെത്തേഡിൽ വേണമെന്നാണ് ഇപ്പൊ ചോദിക്കുന്നത്. നമുക്ക് നോക്ക്. എനിക്ക് ഇതാണ് മൂന്നാമതായിട്ട് വേണ്ടത്. നമ്മുടെ അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ. മലയാളത്തിന്റെ നമ്മുടെ ക്ലോഡ് തയ്യാറാക്കി തന്നിട്ടുണ്ട്. ഇതിനകത്തിന് കുറച്ച് വർക്കും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അവസാനം ഹൗ ടു ക്രിയേറ്റ് ഡോക്സ് ഫയൽ. മെത്തേഡ് 3 വായിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ അതിനെ PDF ആയിട്ട് നമുക്ക് കിട്ടും. അതിനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അതവിടെ നടക്കട്ടെ. വീണ്ടും തയ്യാറാണ്. ആയിക്കോട്ടെ. നമുക്ക് ജെമിനി ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ ചെയ്യാം. ന്യൂ ചാറ്റ് റിസൾട്ട് ഇതായിരുന്നു. നമ്മുടെ ആദ്യത്തെ ഇതിൽ ക്ലോഡിലാണ് കിട്ടിയത്. രണ്ടാമത്തതും ഓൾമോസ്റ്റ് ക്ലോഡിലുള്ളത് സാറ്റിസ്ഫൈഡ് ആണ്. ഇനി അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 2ാം ക്ലാസ്സിൻ്റെ കോപ്പി, ജെമിനി പേസ്റ്റ്. ജെമിനിയിൽ പേസ്റ്റ് ചെയ്തു. ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷ് ടെക്സ്റ്റ് നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കണം. ഞാൻ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കട്ടെ. ഇത് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ആണ്. ഏത് പരുവത്തിലാണെന്ന് നോക്കട്ടെ. ഇത് ഇംഗ്ലീഷ് ടെക്സ്റ്റ് 104 പേജ് ഉണ്ട്. 104 എന്ന് പറയുമ്പോൾ ഫുൾ പാഠമുണ്ട്. അപ്പോൾ ആ 104 പേജ് ഒരു പാർട്ട് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. അത് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്തു തരണം? ക്രിയേറ്റ് എ ക്ലീൻ പ്രൊഫഷണൽ ഹൈ ക്വാളിറ്റി അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ ഡോക്യുമെന്റ് ഇംഗ്ലീഷ് സബ്ജക്റ്റ് ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ തയ്യാറാക്കി തരും എന്ന് നോക്കട്ടെ.
ടേബിൾസ് വേണം, സോഫ്റ്റ് അക്കാഡമിക് കളർ ഐക്കൺ അതൊക്കെ ആയിക്കോട്ടെ. ആ, ലിസണിങ് സ്കില്ല് വേണം, സ്പീക്കിംഗ് സ്കില്ല്, റീഡിംഗ് സ്കില്ല്, റൈറ്റിംഗ് സ്കില്ല്, ആക്ടിവിറ്റീസ്, ICT ഇൻറ്റഗ്രേഷൻ വേണം, അസസ്മെൻറ്റ് വേണം, എക്സ്പെക്റ്റഡ് ഔട്ട്കംസ് വേണം. അങ്ങനെയൊക്കെ കുറേ കഥകൾ. ഒന്ന് രണ്ട് ക്ലാസ്സുകൾക്ക് ഈ പ്രോംപ്റ്റ് ഉപയോഗിക്കാം കേട്ടോ. വലിയ ക്ലാസ്സുകൾക്ക് വേറെ പ്രോംപ്റ്റ് ആണ്. അത് ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ തയ്യാറാക്കി തരും. ഇത് ഒന്ന് രണ്ട് ക്ലാസ്സുകാർ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. കാരണം അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയണം അതിനകത്ത്. മന്ത് വൈസ് അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ എന്താ വന്നു കഴിഞ്ഞു. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി. ഓരോ മാസത്തെയും കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഹാപ്പി. അപ്പോൾ അതിനെ എക്സ്പോർട്ട് ടു ഡോക്സ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്കിതിനെ ജെമിനിയിൽ ഡോക്കായിട്ട് നമുക്ക് കിട്ടും. മലയാളം റെഡിയായോ? അവിടെ നടക്കട്ടെ. നമുക്കിവിടെ മലയാളം റെഡിയായി. മലയാളം അല്ല, സോറി, ഈ ടീച്ചിങ് മാനുവൽ, ഈ 2ാം ക്ലാസ്സിൻ്റെ അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ. അതിനകത്ത് ഇതൊന്നും ബ്ലാക്ക് ഒന്നും, അവിടുത്തെ ബ്ലാക്കാണ് ഇതിനകത്ത് തോന്നുന്നു, ഈ ബ്ലാക്ക് കളറിൽ കാണുന്നു. അപ്പം അതിനെ എന്ത് ചെയ്യാം? ബ്ലാക്കിനെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വൈറ്റ് കൊടുക്കാം. ഇത് ക്ലിക്ക് ചെയ്തിട്ട് വൈറ്റ് കൊടുക്കാം. വരൂ 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 വരൂ. ഇത് ഞാനൊന്ന് സേവ് ചെയ്തിട്ട് തരാം. ഇത് നിങ്ങൾക്ക് പരിശോധിക്കാമേ. പ്രോംപ്റ്റ് നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. ഇത് നമ്മുടെ ഏതിൽ വരും? വാട്സപ്പിൽ വരും. നിങ്ങളിത് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു വിലയിരുത്തലുകളൊക്കെ നടത്തിയാൽ നന്നായിരിക്കും. ഈ തയ്യാറായി കിട്ടിയ ടീച്ചിങ് മാനുവൽസ് എങ്ങനെയുണ്ട് എന്നുള്ളത് ഡൗൺലോഡ്സിൽ പോയി അതിനെ നമ്മുടെ വാട്സപ്പിനകത്തോട്ട് കൊണ്ടുവരിക. വരില്ലേ? വരും. ഡോക്യുമെന്റ്സ്. ടീച്ചേഴ്സ് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കൂ. നമ്മൾ ഈ ചെയ്ത ലോങ് പ്രോസസ്സാണ് ചെയ്തത്. സ്കൂൾ AMLPS കടന്തറ. ടീച്ചേഴ്സ് ഉണ്ടോ? എന്തെങ്കിലും ഒക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാമോ? ഹലോ, കേൾക്കുന്നുണ്ടോ? 9 പേരെ കാണിക്കുന്നുണ്ട്. ടീച്ചേഴ്സ്. ഒരു മെസ്സേജ് വന്നു, നോക്കട്ടെ. എന്താണ്? ഹായ്. ഒരു കൈയാണ് തന്നിട്ടുള്ളത്. വെരി ഗുഡ്. കോൺഗ്രസ്സുകാരി ടീച്ചറായിരിക്കും. വെരി ഗുഡ്.
ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഇതെല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കുക. നമ്മൾ നമ്മുടെ 10ാം ദിനം ഡേ 10 സമഗ്രയിൽ ഇങ്ങനെ തയ്യാറാക്കിയ ടീച്ചിങ് മാനുവലുകളൊക്കെ സമഗ്രയിൽ എങ്ങനെ നമുക്ക് വളരെ ഞൊടിയിടയിൽ അപ്ലോഡ് ചെയ്യാം, നമുക്ക് വേണ്ടുന്ന കണ്ടന്റ് എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാം എന്നുള്ളതൊക്കെ ഡേ 10 നമുക്ക് നോക്കാം. അതിന് ഇത്തിരി സമയം കിട്ടും. ലൈവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ചെയ്ത് നോക്കുക. ഈ സ്റ്റെപ്പുകളൊക്കെ നോക്കി നോക്കുക. ടീച്ചിങ് മാനുവൽ എടുത്ത് പ്രോംപ്റ്റ് എടുത്ത് വെച്ചിട്ട് ആവശ്യമുള്ള PDF-കളൊക്കെ അപ്ലോഡ് ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. കിട്ടുന്ന റിസൾട്ടിനെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ കണ്ടന്റുകളൊക്കെ വെറുതെ സാധാരണ കൊടുക്കുന്ന ഇതിൽ മലയാളമൊക്കെ എടുക്കുന്നുണ്ട്. ChatGPT ഇപ്പൊ ഇംഗ്ലീഷിലെ ഇത് സാധാരണ നമ്മൾ സംസാരിക്കുന്ന പോലത്തെ ഭാഷയിൽ തന്നെ അതിനോട് മലയാളത്തിൽ ചെയ്താൽ മതി. ഇപ്പൊ കമ്പ്യൂട്ടർ ആയതുകൊണ്ടാണ് എനിക്ക് പറ്റാത്തത് മലയാളം ടൈപ്പ് ചെയ്യാനേ. ആഹ് ഇതിനകത്ത് സാധാരണ നമ്മൾ സംസാരിക്കുന്നത് കുറച്ചും കൂടെ ലളിതമാക്കി തരൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പ്രോംപ്റ്റ് കൊടുക്കാം. ഇത് രണ്ടിലും അത് എടുക്കുന്നുണ്ട്. ChatGPT-യിലും ജെമിനിയിലും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട്